ഞാൻ ഡോക്ടർ അമീൻ ബാസിൽ, സ്പെഷ്യലിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ്, ക്യൂട്ടിസ് ഇന്റർനാഷണൽ, കാലിക്കറ്റ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കറുത്ത കട്ടി കൂടിയ പാടുകളെ കുറിച്ചാണ്. അത് നെറ്റിയിലും കക്ഷങ്ങളിലും കഴുത്തിൻ്റെ പുറകിലും അതുപോലെ തന്നെ അഴകിലും കാണുന്ന കറുത്ത കട്ടി കൂടിയ പാടുകൾ ഈയിടെയായിട്ട് അധിക പേരിലും കാണപ്പെടുന്നു. ഇതിൻ്റെ പേരാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നു. അത് ഡയബറ്റിസ് മെലൈറ്റിസ്, അതുപോലെ തന്നെ അമിതവണ്ണം, ഒബിസിറ്റി, തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, PCOD, പ്രഗ്നൻസി, അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആയിട്ടും അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കാണപ്പെടുന്നു. ഇതിൽ ഡയബറ്റീസ്, അതുപോലെ തന്നെ അമിതവണ്ണം, പ്രഗ്നൻസി, PCOD ഈ കേസുകളിലൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ശരീരത്തിൽ കാണപ്പെടുന്നു. ഇൻസുലിൻ ചർമ്മങ്ങളിലെ കെരാറ്റിനോസൈറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയും കൂടുതലായി വളർത്തുകയും ചെയ്യുന്നു. അതുവഴി കറുത്ത പാടുകളും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മടക്കുകളിൽ ഉണ്ടാകുന്നു. അക്കാന്തോസിസ് നൈഗ്രിക്കൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് ആണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഡയബറ്റിസ് മെലൈറ്റിസ്, ഡയബറ്റിസ് മെലൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതുപോലെ തന്നെ അമിതവണ്ണത്തിന് റെഗുലറായ വ്യായാമവും അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണവും ചെയ്യേണ്ടതാണ്. പിന്നെ PCOD എല്ലാ ആളുകൾക്ക് PCOD ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ തൈറോയിഡിൻ്റെ ലെവൽസിൻ്റെ വ്യതിയാനമുള്ള തൈറോയിഡ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ വളരെ റയറായിട്ട് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ചില മാലിഗ്നൻസികളിൽ കാണപ്പെടുന്നു. ഡെർമറ്റോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വൈസ് വരുമ്പോൾ അക്കാന്തോസിസ് നൈഗ്രിക്കൻസിന് ലേസർ റീസർഫേസിംഗ്, മൈക്രോഡെർമാബ്രേഷൻ, കെമിക്കൽ പീലിംഗ് വഴി ഒരു പരിധിവരെ നമുക്ക് കുറച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പാടുകൾ നിങ്ങളുടെ ശരീരത്തിൽ കാണുകയാണെങ്കിൽ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്.